ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ദ ഡേ ദ ബുൾഡോസേഴ്സ് കെയിം എന്ന ഡേവിഡ് ഓം എഴുതിയ പോം ഡിസ്കസ് ചെയ്യാം. ഈ കവിതയുടെ പശ്ചാത്തലം ഒരു ഗ്രാമപ്രദേശമോ ഒരു കാടോ ആയിരിക്കാം. ഒരു പക്ഷേ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള ഒരു പാശ്ചാത്യ രാജ്യം. അതുപോലെ ഈ കവിതയിൽ ഓക്കുമരങ്ങൾ, കുളം, ഭൂഗർഭ മാളങ്ങൾ എന്നിവയുടെ ഒരു ചിത്രം കവി വരച്ചു കാണിക്കുന്നു. അതുപോലെ മൃഗങ്ങളും പക്ഷികളും പ്രാണികളും വസിക്കുന്ന പ്രകൃതിദത്തമായ അന്തരീക്ഷമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ബുൾഡോസറുകളുടെ വരവിനെക്കുറിച്ചാണ് കവിത വിവരിക്കുന്നത്. അപ്പം ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബുൾഡോസറുകൾ കണ്ടുപിടിച്ചു. വികസനത്തിനായി കാടുകൾ വെട്ടിത്തെളിക്കാൻ ഈ ശക്തമായ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പം അതിനാൽ കവിത ആധുനിക കാലഘട്ടത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. അതുപോലെ ബുൾഡോസറുകൾ പ്രകൃതിയിലും വന്യജീവികളിലും ചെലുത്തുന്ന സ്വാധീനം, അതാണ് ഈ കവിത എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ പര്യവേക്ഷണം ചെയ്യുന്നത്. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ദ ഡേ ദ ബുൾഡോസേഴ്സ് കെയിം. The day the bulldozers came, rooks were building crazy egg baskets in the oaks. അപ്പം എന്താ പറയുന്നത്, ഈ ഒരു വരി ബുൾഡോസറുകളുടെ വരവിന് മുമ്പുള്ള കാടിൻ്റെ സ്വാഭാവികവും തടസ്സമില്ലാത്തതുമായ ഒരവസ്ഥയെ ചിത്രീകരിക്കുന്നു. അതായത് ഒരു നാച്ചുറൽ അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ഓഫ് ദ ഫോറസ്റ്റ്. റൂക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കവി പറയുന്നത് ഇവിടെ. അതായത് മരങ്ങളിൽ, പ്രത്യേകിച്ച് ഓക്കുകളിൽ വലുതും വിപുലവുമായ കൂടുകൾ നിർമ്മിക്കുന്നതിന് പേരുകേട്ട ഒരു പക്ഷിയാണ് ഈ റൂക്ക്. അപ്പോൾ ക്രേസി എന്ന വാക്ക് കൂടുകൾ പണിയുമ്പോൾ ആ റൂക്കിൻ്റെ കുടുംബങ്ങൾക്ക്, ആ പക്ഷിയുടെ കുടുംബം സുരക്ഷിതമായ ഒരു ഇടം നൽകാൻ ഇല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന റൂക്കുകളുടെ ആ ഭ്രാന്തമായ ആ പ്രവർത്തനം, ആ ആക്ടിവിറ്റിയെ ഊന്നിപ്പറയാനാണ് ആ ക്രേസി എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ബുൾഡോസറുകൾ കാട്ടിലേക്ക് വന്നപ്പോൾ റൂക്സ് ഓക്കുമരങ്ങളിൽ കൂടുകൾ ഉണ്ടാക്കുകയായിരുന്നു. ഇനി ഗ്രീൻ ഫ്ലൈസ് സിസിൽഡ് ബൈ ദ പോണ്ട്. ഇനി ഗ്രീൻ ഫ്ലൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുളത്തിൻ്റെ അടുത്ത്. അപ്പം സിസിൽഡ് എന്നത് അവർ ആക്റ്റീവ്ലി ബസ്സിങ് ചെയ്യുകയും മൂവിങ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു ഗ്രീൻ ഫ്ലൈസ്. ഓക്കെ, അപ്പം ആൻഡ് എ കോൾഡ് ഐ ടോഡ് വെയിറ്റഡ് ഫോർ ദം. അപ്പോൾ ആരാ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് വേണ്ടി? തവളകൾ കഴിക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുമ്പോൾ ഗ്രീൻ ഫ്ലൈസ് സന്തോഷത്തോടെ ചുറ്റും പാറി നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു തവള അവയെ തിന്നാൻ കാത്തിരിക്കുകയായിരുന്നു കവിതയിൽ പറയുന്നത്. അപ്പം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ജനനം, വളർച്ച, മരണം എന്നിവയുടെ ആ സ്വാഭാവിക ചക്രമാണ്, നാച്ചുറൽ ഒരു സൈക്കിൾ. ഓക്കെ, അപ്പോൾ മരങ്ങൾ വൃത്തിയാക്കാൻ ബുൾഡോസറുകൾ എത്തിയപ്പോൾ ഈ പ്രകൃതി ചക്രം നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് കവി പറയാൻ വേണ്ടി ഈ ഒരു സ്റ്റാൻസയുടെ അർത്ഥമാക്കുന്നത്. The day the bulldozers came, squirrels were scattering up tree trunks and leapt from branches that were hardly there. അപ്പം ബുൾഡോസറുകൾ കാട്ടിലേക്ക് വന്നപ്പോൾ അണ്ണാൻ എന്ത് ചെയ്യുകയായിരുന്നു? അണ്ണാൻ ഭയന്ന് ഒരു മരത്തിൽ നിന്ന് വേറിലേക്ക് ചാടുകയായിരുന്നു. അപ്പം അവൻ ശാഖയിൽ നിന്ന് ശാഖയിലേക്ക് ചാടാൻ ശ്രമിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? മരക്കൊമ്പുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ബുൾഡോസറുകൾ അവയെ ഇടിച്ച് വീഴ്ത്തി. അപ്പം ഈ ഒരു വരി ബുൾഡോസറുകളുടെ വരവിനോട് തുടർന്ന് അവയുടെ ആ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് നാശം സംഭവിച്ചു. അതുപോലെ ഈ കവിത മൃഗങ്ങളുടെ പ്രതികരണത്തെ ചിത്രീകരിക്കുന്നു. ഈ കുതിച്ചു ചാടി എന്നത് അവരുടെ വീടുകൾ തകർക്കപ്പെട്ടപ്പോൾ അണ്ണാന്മാരുടെ പരിഭ്രാന്തിയെയും അതുപോലെ ആ അസ്വസ്ഥതയും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ ഡിസ്കസ് ചെയ്യാം. The fox stirred in his sleep as a ground tremble. ഈ ഗ്രൗണ്ട് ട്രംബിൾ, അപ്പോൾ ഈ ഫിസിക്കൽ സെൻസേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബുൾഡോസറുകളുടെ വരവിനെയും അവ ഉണ്ടാക്കുന്ന നാശത്തെയും പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, he thought, I am quite safe deep down in the earth. No one can get me here. Then the bulldozer came. അപ്പോൾ കുറുക്കൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു? കുറുക്കൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, പക്ഷേ അവൻ വീണ്ടും ഉറങ്ങി. അത് നിലം കുലുങ്ങുന്നത് അനുഭവപ്പെട്ടു. പക്ഷേ കുറുക്കൻ എന്താ വിചാരിച്ചത്? തൻ്റെ കുഴിയിൽ താൻ സുരക്ഷിതനാണെന്ന് കരുതി. എന്നിരുന്നാലും അവിടെ എന്ത് സംഭവിച്ചു? ബുൾഡോസറുകൾ വന്നു, അവൻ്റെ ആ ബറോസ് വരെ ഡിസ്ട്രോയ് ചെയ്തു. അതായത് നമുക്ക് പറയാം, അവനെ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തു. മീൻസ് അവൻ്റെ ആ ഒരു വീടും
നശിപ്പിച്ചു. ഓക്കെ, അതുപോലെ ഈ കുറുക്കന്മാർക്ക് ഭൂമിക്കടിയിൽ ആഴത്തിൽ ജീവിക്കാൻ കഴിയും. അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും വേനൽക്കാലത്ത് തണുപ്പ് നിലനിർത്തുന്നതിനും ശൈത്യകാലത്ത് ചൂട് നിലനിർത്തുന്നതിനും കുറുക്കന്മാർ പലപ്പോഴും ബറോ, അത് മാളങ്ങൾ സൃഷ്ടിക്കുകയും ക്രിയേറ്റ് ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മാളങ്ങൾ വിപുലമായിരിക്കും. അതുപോലെ ഒന്നിലധികം പ്രവേശന കവാടങ്ങളും തുരങ്കങ്ങളും ഉണ്ടാകും. അപ്പം ഞാൻ എന്താ ഇവിടെ ഈ ഒരു കുറുക്കന്മാരുടെ ബറോയെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനിത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫോക്സ് ഇതേമാതിരി അണ്ടർഗ്രൗണ്ട് ബറോസൊക്കെ ഉണ്ടാക്കുന്നു. മേ ബി എന്നെപ്പോലെ അറിയാത്ത ആർക്കെങ്കിലും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാട്ടോ പറഞ്ഞത്. അപ്പം ഈ കവിതയുടെ തീം നമുക്ക് ഡിസ്കസ് ചെയ്യാം. Habitat destruction. The poem contrasts a peaceful natural setting, the impending destruction caused by bulldozers, emphasizing the loss of homes and ecosystems for animals and plants. അപ്പോൾ ബുൾഡോസറുകൾ മൂലം സമാധാനപരമായ പ്രകൃതി സാഹചര്യത്തെ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും വീടുകളുടെയും ആവാസ വ്യവസ്ഥയുടെയും നഷ്ടത്തെ ഊന്നി പറയുന്ന ഈ കവിത സമാധാനപരമായ പ്രകൃതി സാഹചര്യത്തെ താരതമ്യം ചെയ്യുന്നു. ഇമ്പാക്ട് ഓൺ വൈൽഡ് ലൈഫ്. ദ അറൈവൽ ഓഫ് ബുൾഡോസേഴ്സ് disrupts the natural order, forcing animals to flee their homes and potentially leading to their demise. അപ്പം ബുൾഡോസറുകളുടെ വരവ് പ്രകൃതി ക്രമത്തെ തടസ്സപ്പെടുത്തി. അപ്പം മൃഗങ്ങളെ വീടുകൾ വിട്ടും അതുപോലെ വീടുകൾ വിട്ട് പോകാൻ നിർബന്ധിതരാക്കുകയും അവയുടെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. Loss of serenity and natural beauty. The poem depicts a shift from a tranquil natural scene to a landscape marred by destruction, highlighting the loss of beauty and serenity. അപ്പം ശാന്തവും പ്രകൃതിദത്തവുമായ ഒരു സ്ഥലത്ത് നിന്ന് നാശത്താൽ, അത് മീൻസ് നശിപ്പിക്കപ്പെട്ട ഒരു ഭൂപ്രകൃതിയിലേക്കുള്ള മാറ്റത്തെ കവിത ചിത്രീകരിക്കുന്നു. അതായത് സൗന്ദര്യത്തിൻ്റെയും ശാന്തതയുടെയും നഷ്ടം എടുത്തു കാണിക്കുന്നു. ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് വിത്ത് നേച്ചർ. The poem serves as a cautionary tale about the negative consequences of human development and the disruption of natural cycle. അപ്പം മനുഷ്യ വികസനത്തിൻ്റെ പ്രതികൂല പ്രത്യാഘാതങ്ങളെയും പ്രകൃതി ചക്രങ്ങളുടെ തടസ്സത്തെയും കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു കഥയായി ഈ കവിത കാണിച്ചു തരുന്നു. Interconnectedness of nature. The poem emphasizes the interconnectedness of all living things and the impact of one change on the entire ecosystem. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധത്തെയും അതുപോലെ മുഴുവൻ ആവാസ വ്യവസ്ഥയിൽ ഒരു മാറ്റത്തിൻ്റെ സ്വാധീനത്തെയും കവിത ഊന്നിപ്പറയുന്നു. The importance of preservation. The poem implicitly advocates for the preservation of natural habitats and protection of വൈൽഡ് ലൈഫ്. അപ്പോൾ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും വന്യജീവികളുടെ സംരക്ഷണത്തിനും വേണ്ടി കവിത ജസ്റ്റ് എന്താ പറയുക, നമുക്ക് പരോക്ഷമായി വാദിക്കുന്നു. ഓക്കെ, സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ, ആൻഡ് ഇഫ് യു ഫീൽ ദിസ് ക്ലാസ് യൂസ്ഫുൾ, please share with your friends too. Thank you. Have a nice day.